ഇന്ന് തൊട്ട് നമുക്കൊരു ജേർണലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കമന്റ് ബോക്സിൽ 1-2 പേര് അതൊക്കെ ചോദിച്ചിരുന്നു. അന്ന് ഈ കമന്റൊക്കെ കണ്ടിട്ട് കാണാത്ത പോലെ ഇരുന്നെങ്കിലും ഇന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാണാത്ത പോലെ ഇരുന്ന് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഓൺലൈനിൽ ഫുള്ള് സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ കുറച്ചെങ്കിലും ഐഡിയ എനിക്ക് കിട്ടിയത്. അപ്പോൾ പിന്നെ തുടക്കം എന്നുള്ള രീതിക്ക് നമുക്ക് പാറ്റേൺ പേപ്പർ തന്നെ പഠിക്കാം. എൻ്റെ ഡ്രോയിങ് ബുക്കിനകത്ത് നിന്ന് ഒരു പേപ്പർ കീറിയിട്ട് അത് രണ്ടായിട്ട് മടക്കി കീറിയിട്ടൊക്കെയാണ് ഈ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നത്. ഡ്രോയിങ് ബുക്ക് തന്നെ കീറി ഉണ്ടാക്കണമെന്നില്ല, ഏത് പേപ്പറായാലും മതി. പിന്നെ ഈ സ്കെച്ച് തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചാണം പുച്ചാണം കുറേ വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ പേപ്പർ. ഈ സ്കെച്ച് എൻ്റെ അല്ല, ഇവിടുത്തെ കുരുപ്പിൻ്റെ. അവൾ കണ്ട എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് അവൾ പഠിക്കാൻ പോയ ടൈമിൽ നമ്മൾ അടിച്ചു മാറ്റിയതാണ്. മേ ബി ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഞാൻ അടിച്ചു മാറ്റിയ കാര്യം അവൾ അറിയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുവിടുന്നു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്നെ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കുറേശ്ശെ മാറി വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇനിയും പാറ്റേൺ പേപ്പേഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഈ ജേർണൽ സീരീസിനകത്ത് ഇനി അടുത്ത് എന്തോ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ബുക്ക് ഉണ്ടാക്കുന്ന കമന്റ് ഞാൻ കണ്ടിരുന്നു. പതിയെ നമുക്കത് ചെയ്യാം. നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ കാണുന്നുണ്ട്. അതിന് റീപ്ലൈ തരാൻ പറ്റുന്നില്ലെന്ന് മാത്രം. പതിയെ ഞാൻ റീപ്ലൈ ഒക്കെ തന്നു തുടങ്ങാം. അപ്പം കമൻറ്റ് ഇടാൻ ആരും മറക്കണ്ട. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക. പിന്നെ റിവൺ വെച്ചിട്ട് റോസ് ഫ്ലവറിൻ്റെ ഒരു ബൊക്കറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. പതിയെ നമുക്കത് ചെയ്യാം. ഈ ജേർണൽ സീരീസ് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടേഴ്സിന് തന്നെ നമ്മൾ ഗീവ് അവേ ആയിട്ട് അത് കൊടുക്കും. അപ്പോൾ പിന്നെ ആ റോസ് ഫ്ലവർ ഏത് കളർ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ആ ഒരു കളർ ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ടേഴ്സിന് ഒരാൾക്ക് നമുക്കത് കൊടുക്കാം. ഈ വരകളെല്ലാം വരച്ച് വന്നപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം പാറ്റേൺ പേപ്പേഴ്സ് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരച്ചെടുക്കാം. നമ്മൾ എന്ത് വരച്ചാലും അത് പാറ്റേൺ പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കളറിൽ ഏതാ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.